2026 കേരള ബജറ്റിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ 4 ഷോർട്സുകൾ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അപ്പോൾ അത് കണ്ടു നോക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ കേരള ബജറ്റിനെ പറ്റിയിട്ട് ബാക്കിയുള്ള കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ 2026 കേരള ബജറ്റ് ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്ന പൗരന്മാർക്കായിട്ട് ആരംഭിക്കുന്ന ഒരു താമസ കേന്ദ്രങ്ങളെ അറിയപ്പെടുന്നത് റിട്ടയർമെന്റ് ഹോമുകൾ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ റിട്ടയർമെന്റ് ഹോം പദ്ധതി ബജറ്റിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഒറ്റപ്പെട്ടു പോകുന്ന മുതിർന്നവർക്കായിട്ട് ആരംഭിക്കുന്ന ഒരു താമസ കേന്ദ്രമാണ് റിട്ടയർമെന്റ് ഹോം പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു സാമ്പത്തിക മേഖല ആണ് സിൽവർ ഇക്കോണമി എന്ന് അറിയപ്പെടുന്നത്. മുതിർന്ന പൗരന്മാരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഉൽപ്പന്നങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു സാമ്പത്തിക മേഖലാ പദ്ധതിയാണ് സിൽവർ എക്കോണമി പദ്ധതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 2026 കേരള ബജറ്റിൽ പറഞ്ഞൊരാശയമാണ് പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് മികച്ച വരുമാനം നൽകുന്ന തൊഴിലുകൾ പഠിക്കാൻ വേണ്ടിയിട്ട് സ്കിൽ സെന്ററുകൾ സ്ഥാപിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. പഞ്ചായത്ത് തലത്തിൽ ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകൾക്ക് മികച്ച വരുമാനം നൽകുന്ന സ്കിൽ സെന്ററുകൾ സ്ഥാപിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന 2026 കേരള ബജറ്റിൽ ലക്ഷ്യം വെച്ചൊരു പദ്ധതിയാണ് ആയോധന കലകളും കലാരൂപങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായിട്ട് നഗരങ്ങളിൽ സ്ഥാപിക്കുന്ന ഒരു കേന്ദ്രം സ്ഥാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അതാണ് കേരള കലാകേന്ദ്രങ്ങൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഇത് തിരുവനന്തപുരത്ത് സ്ഥാപിക്കാം എന്നാണ് ഉദ്ദേശിച്ചു വരുന്നത്. ആയോധന കലകളും കലാരൂപങ്ങളും പ്രദർശിപ്പിക്കുന്നതിനായിട്ട് ഒരു സ്ഥാപനം, അതാണ് കേരള കലാകേന്ദ്രം എന്നറിയപ്പെടുന്നത്. ആ സ്ഥാപനത്തിന്റെ ആദ്യഘട്ടം എന്നുള്ള രീതിയിൽ തിരുവനന്തപുരത്ത് നിർമ്മിക്കാം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള അതിവേഗ റെയിൽ ഇടനാഴി, അതിനെ അറിയപ്പെടുന്നത് RRTS എന്നതാണ്. അതും കൊണ്ടുവരണം എന്ന് ഈ ബജറ്റിൽ പറയുന്നുണ്ട്. RRTS അതായത് റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം എന്നാണ് RRTSനെ അറിയപ്പെടുന്നത്. റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം അത് ഫസ്റ്റ് ആയിട്ട് ആ ഇടനാഴി സ്ഥാപിക്കുന്നത് തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ സ്ഥാപിക്കാം എന്നാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത്. RRTS ആദ്യ ഇടനാഴി എന്നുള്ള നിലയിൽ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെ സ്ഥാപിക്കാം എന്നാണ് ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇനിയും ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും കൂടി, കുറച്ച് പദ്ധതികൾ കൂടി നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. അത് അടുത്ത ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ വീഡിയോസ് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ ലൈക്ക്, ഷെയർ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്